ഹേ ഗൈസ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണം പലരും ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വണ്ടിയാണ്, നമ്മുടെ ക്ലബ്ബിലുള്ളൊരു വണ്ടിയാണ്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റുകളായിട്ടും നേരിട്ട് കാണുമ്പോഴും എല്ലാം പറയാറുണ്ട് ഈ വണ്ടിയെക്കുറിച്ചൊന്ന് ചെയ്യണമെന്ന്. അതാണ് നമ്മുടെ 2016 മസ്റ്റാങ് 2.3 ലിറ്റർ ടർബോ. അപ്പോൾ ഇതാണ് വണ്ടിക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പണിതിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം വണ്ടി നന്നായിട്ട് ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക് എസ്തെറ്റിക് മോഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി സസ്പെൻഷൻ വൈസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡക്ക് ബിൽ സ്പോയിലർ പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാക്ക് റിയർ വിൻഡോ ലൂർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ഡിഫ്യൂസർ ചെയ്തിട്ടുണ്ട് റിയർ. പിന്നെ വണ്ടിയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അണ്ടർഗ്ലോ കാണാം, അണ്ടർഗ്ലോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ലൈറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ കുറച്ച് ബേസിക് ലിപ്സ്, ഫ്രണ്ടിലും ബാക്കിലും ലിപ്പ്, അങ്ങനത്തെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി കസ്റ്റം ഹെഡ്ലൈറ്റ് ആണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഇപ്പോൾ ഡീമണ ഉണ്ടായും, ഡീമണ ഊരി വെച്ചേക്കാണ്. DRലെല്ലാം ഉണ്ട് കസ്റ്റം. അപ്പം വണ്ടി അത്യാവശ്യം കാണാനും നല്ലൊരു മെനക്ക് മൂഡ് ചെയ്തേക്കണ വണ്ടിയാണ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പം പുള്ളിയോട് തന്നെ ചോദിക്കാം കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണ് പുള്ളി ചെയ്തേക്കുന്നതെന്ന്. പിന്നെ ഇതെന്താണ് ഇത്ര ലോ ആയിട്ട് ഇരിക്കണതെന്ന് ചോദിച്ചാൽ, വണ്ടി ഇത് ചെയ്തേക്കുവാണ്, എയർ സസ്പെൻഷനിലാണ് ഇരിക്കണത്. ഇപ്പോൾ നമ്മുടെ കാനഡയിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു മസ്റ്റാങ്ങിൽ ഇങ്ങനെ എയർ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈഡ് ഹൈറ്റ് നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഫുള്ളായിട്ട് നിലത്തിരിക്കണില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുള്ളിയോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അഭിഷേക്, പുള്ളിയുടെയാണ് വണ്ടി. പുള്ളി നമ്മുടെ നേരത്തെ എപ്പിസോഡിൽ ട്രക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കാർബിൻ, ആ ടീമാണിത്. അപ്പം പുള്ളിയുടെയാണ്. അപ്പോൾ പറയൂ അഭിഷേക്, വണ്ടിയെക്കുറിച്ച് പറ. ഇതിപ്പം 2016 മസ്റ്റാങ് എക്കോബൂസ്റ്റ് പ്രീമിയം ആണ്. നമ്മൾ ഇപ്പോൾ റിലയബിലിറ്റിയും എസ്തെറ്റിക് മോഡ്സിലാണ് ഇപ്പം ഇത് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ സസ്പെൻഷൻ ഫുള്ള് മാറി കംപ്ലീറ്റ് എയർ റൈഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 4 സ്ട്രട്ട് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് കെ സ്പോർട്ടിൻ്റെയാണ്, സിലിണ്ടറും കെ സ്പോർട്ടിൻ്റെയാണ്. നമുക്ക് VRൻ്റെ 2 കംപ്രസർ, പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന മാനിഫോൾഡ് എന്ന് പറയുന്നത് എയർ ലിഫ്റ്റിൻ്റെയാണ്. പിന്നെ നമ്മൾ ഒരു ഡോർ കിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്ട്രൈപ്സ് ഇപ്പോൾ ഞാൻ റീഡൂ ചെയ്തതാണ്. നീ എങ്ങനെ ബട്ടർഫ്ലൈ ഡോർസ്, ലാംബോ ഡോർസ് നോക്കുന്നുണ്ട്. അത് പ്രൈസ് എല്ലാം ഒത്തു വരണം. പിന്നെ നമ്മൾ കസ്റ്റം ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡീമനൈ ഉണ്ട്, അതിൻ്റെ ഒരു ഫ്യൂസിൻ്റെ ഇഷ്യൂ കാരണമാണ് അപ്പോൾ അതിപ്പോൾ വർക്ക് ചെയ്യാത്തത്. DRൽ നമ്മൾ അതെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലോ ആണ്. ഇപ്പം ഇത് കണ്ടോ, എൻ്റെ ഇപ്പം ഫെൻഡറെ ഇടിച്ചാ നിൽക്കണേ, ടയറെ സിറ്റി ഇപ്പിച്ചേക്കാണ്. കാരണം നമ്മൾ ഫെൻഡർ റോൾ ഇടിച്ചാണ് ഇരിക്കണം, ഫെൻഡർ റോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ടയറിൽ ബേസിക്കലി ഇരുത്തിയേക്കാണ്. ഈ ഒരു 2.5 ഇഞ്ചിന്റെ ഗ്യാപ്പ് ഈ ഹെഡ് വോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ഫുൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതായിരിക്കും. ഫുൾ സ്ലാം ചെയ്തിരുത്താൻ പറ്റും. എന്നാലും നമുക്ക് ഈ അണ്ടർഗ്ലോയുടെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതെ. അപ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഗ്രൗളിംഗ് ഉണ്ട്. അപ്പം എന്നൊക്കെ ചെയ്തേക്കണം എക്സോസ്റ്റ് അപ്ഗ്രേഡ് ആയിട്ട്? എക്സോസ്റ്റ് ഞാനിപ്പം ക്യാറ്റ് ബാക്ക് ബോർല എക്സോസ്റ്റ് ആണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് ആൾക്കാരെ വെറുപ്പിക്കാൻ ചെറിയ പോപ്സ് വരുന്നുണ്ട്. സാമാന്യം നല്ല ഒച്ചയുണ്ട്. പിന്നെ ഡിഫ്യൂസർ കസ്റ്റം ചെയ്യിപ്പിച്ചതാണ്. നല്ല അഗ്രസീവാ സാധനം. അത് കസ്റ്റം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ചൈനയിൽ ചെയ്യിപ്പിക്കുമ്പം അവനോട് കസ്റ്റം പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ വണ്ടി ഇപ്പോൾ ബാഗ് ചെയ്തേക്കാണല്ലോ. ബാഗ് ചെയ്തേക്കണം നമ്മൾ കോയിൽ ഓവർ പോലെ അത്രയും സ്റ്റിഫ് റൈഡ് ആണ്. എങ്ങനെയുണ്ട് റൈഡ് ക്വാളിറ്റി? എങ്ങനെയുണ്ട്? റൈഡ് കോയിൽ ഓവറിന്റെ അത്രയും ഹാർഡ് ആയിരിക്കില്ല, കാരണം ഇത് എയർ ബാഗ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബൗൺസിനെസ് കിട്ടും. പക്ഷേ ഇൻ ദ ലോങ് ടേം നമ്മൾ പോത്ത് ഹോൾസ് അതൊക്കെ കെയർഫുൾ ആയിട്ട് പോയില്ലെങ്കിൽ എയർ ബാഗ് ഡാമേജ് ആവും. കോയിൽ ഓവർ പോലെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ റൈഡ് നമ്മൾ നോക്കി ചെയ്യണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പൊക്കോന്ന്. ഇതിപ്പോൾ നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് ഫുള്ളായിട്ട് സ്ലാം ചെയ്ത് ഇരുത്തുവാൻ ചെയ്യാം. ഇപ്പോൾ ഈ വണ്ടിയുടെ മാക്സിമം നമുക്ക് ഇരുത്താം. അതുപോലെ തന്നെ റൈഡ് ഹൈറ്റ് ഫുൾ ഹൈറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട റൈഡ് ഹൈറ്റിലോട്ട് ഇരുത്തുകയും ചെയ്യാം. അപ്പം നമുക്ക് ഫോൺ കൺട്രോളിൽ കാണിക്കാം. ഇത് നമുക്ക് മാനുവലി നമുക്ക് ഇതിന്റെ കൺട്രോളർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആപ്പ് ഉണ്ട്. എയർ ലിഫ്റ്റിന്റെ ആപ്പ് തന്നെയാണ്. മാനിഫോൾഡ് അതായതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഇപ്പോൾ ഫുള്ളി സ്ലാംഡ് ആണ്, ഫുൾ സ്റ്റോക്ക് ആയിട്ടാണല്ലോട്ടാണ്.
ഇപ്പോൾ കണ്ടോ വണ്ടി ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഹൈറ്റിലാണ്. സ്റ്റോക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല ഹൈറ്റ് ഡിഫറൻസ് ആയി. ഇത് കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ 4 വിരൽ ഇവിടെ 5 വിരൽ മിച്ചം കയറും, മുമ്പ് ഒരു വിരൽ കയറത്തില്ലായിരുന്നു. അതാണ് ഡിഫറൻസ് തന്നെ. അപ്പോൾ അത്രയും ഇതിപ്പോൾ വണ്ടിയുടെ സ്റ്റോക്ക് നോർമൽ ഫാക്ടറി സ്റ്റോക്കിനേക്കാളും ഹൈറ്റിലോട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഇതിപ്പോൾ ആ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഫാക്ടറി സ്റ്റോക്കിനേക്കാളും കൂടുതൽ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഇതൊന്ന് താത്തി കാണിച്ചേ, നോർമൽ റൈഡ് ലൈറ്റിലോട്ടോ ഫുള്ളൊന്ന് സ്ലാം ചെയ്ത്. ഓക്കെ, ഇതാണ് ഫുൾ സ്ലാം. ഇനി ഇതിപ്പം നമ്മൾ പ്ലേ അറൗണ്ട് ചെയ്യുന്നതാണ്. ഐ മീൻ ഇതിൻ്റെ റൈഡ് ഹൈറ്റ് നമ്മളാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഹൈറ്റ് ഞാൻ ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കുഴപ്പമില്ലാത്ത ലോ മോഡിൽ കാണാം. ഒരു ടോഗിൾ ഫീച്ചറും കൂടെ ഇതിനകത്തുണ്ട്, പക്ഷെ അത് ചെയ്ത് കളിക്കാറില്ല. ഒരു 2 വിരൽ ഗ്യാപ്പ് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ നമ്മൾ കോയിൽ ഓവർ ഹൈറ്റ് തന്നെയാണ്. അതെ, അത്യാവശ്യം സേഫായി. ഇവിടുത്തെ ഇപ്പോൾ നോർമൽ റോഡ് കണ്ടീഷനെ കൊണ്ടുപോകാൻ തന്നെ അതെ, കോയിൽ ഓവർ ഞാൻ പ്രിഫർ ചെയ്യാഞ്ഞതും അതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ബോത്ത് ഹോളിൽ ചെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന കാര്യം. അതെ, ഹമ്പൊക്കെ വരുമ്പോൾ ഞാനത് നൈസായിട്ട് അവിടെ നിർത്തി ഇത് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകാറ്. അതെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്പ് നോക്കണം, എന്നിട്ട് തന്നെ ഡാമേജുകളുണ്ട്. അതെ, അത് നമ്മൾ ഈ ലോവർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ ഇഷ്യൂസ് ആണ്. അതെ, മറ്റേതാകുമ്പോൾ ഭയങ്കര പാടാ. നമുക്ക് അണ്ടർഗ്ലോഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് അണ്ടർഗ്ലോഡ് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോളിഡ് ആക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പല കളർ വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു മ്യൂസിക്കിനനുസരിച്ച് പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാം പ്ലേ ആവുന്നതാണ്. അല്ല സോളിഡ് കളർ പ്രിഫർ ചെയ്യുന്നെങ്കിൽ പല മോഡുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫോണിൽ കൺട്രോൾ ചെയ്യാം, ബ്ലൂടൂത്ത് കൺട്രോളിലാണ്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ DRLും കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതെ, കാണുമ്പോൾ എനിക്കാണ് സോളിഡ് കളറാണ് കുറച്ചുകൂടെ നല്ലത്. സോളിഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു അതെ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അതിൻ്റെ ഒരു കറക്റ്റ് എഫക്റ്റ് കിട്ടും. ഞാനെപ്പോഴും സോളിഡ് ആണ് പ്രിഫർ ചെയ്യാറ്. അതെ, ഓടുമ്പോഴും സോളിഡ് കാറാണ് കുറച്ചുകൂടെ നല്ലത് നമ്മുടെ ഹൈവേയിലൊക്കെ പോകുമ്പോഴും തന്നെ. അല്ലെങ്കിൽ പോലീസിന്റെ ഒക്കെ അറ്റൻഷൻ പെട്ടെന്ന് പിടിക്കും. അതെ, ഒരിക്കലും മറ്റേ പോലീസിന്റെ അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല. അതെ, നമുക്ക് അതുള്ളതുകൊണ്ട് തന്നെ ഫുൾ ഓവർ ചെയ്യുക. അപ്പം ബെസ്റ്റ് ബെറ്റ് ഇതാണ്. ഇതിന്റെ നമ്മൾ ആക്സിൽ ബാക്ക് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ബാ, ഓക്കെ, കൊടുത്തോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എയർ ബാഗ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ ട്രങ്ക് സെറ്റപ്പ് ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം സെറ്റായിട്ടാണ് വെച്ചേക്കണേ എയർ ലിഫ്റ്റിൻ്റെ. ഇപ്പോൾ കാണുമ്പോൾ 2 പമ്പുണ്ട്, ഒരു മെയിൻ സിലിണ്ടറും ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യണത്. 440 PSI ആണ് വരുന്നത്. അതാണ് നമ്മുടെ മെയിൻ മാനിഫോൾഡ് എയർ ലിഫ്റ്റിൻ്റെ ആണ്. എയർ ലിഫ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ്സ് ഫോർ ബാഗിങ്. അതാണ് ഇപ്പം അത് നോക്കിയിട്ട് K-Sportന് എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ മാനിഫോൾഡ് സ്വിച്ച് ചെയ്ത് എയർ ലിഫ്റ്റ് കയറ്റിയത്. അതെ, എയർ ലിഫ്റ്റ് ആണ് വേൾഡ് വൈഡ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതും. ഇതിനിപ്പം നല്ല ഡിമാൻഡാണ്. K-Sportകാരിൽ നിന്ന് എനിക്ക് നല്ലൊരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയോണ്ടാണ് ഞാനൊന്ന് സ്വിച്ച് ചെയ്തത്. കാരണം ബാക്കിയെല്ലാം K-Sportൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അഭിഷേകിൻ്റെ വണ്ടി വിശേഷങ്ങൾ. അപ്പം എന്തൊക്കെയാണ് നിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ? ഈ വർഷത്തേക്ക് നമ്മൾ കുറച്ച് മോഡ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ക്യാച്ച് ക്യാൻ വീട്ടിലിരിപ്പുണ്ട്. ബ്ലോ ഓഫ് ചെയ്യണം. എനിക്ക് അതിൻ്റെ ഒരു ഫിറ്റ്മെൻറ്റിൽ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതൊന്ന് ചെയ്താൽ നമുക്ക് ഞാൻ നോക്കിയായിരുന്നു, നമുക്ക് ചെയ്ത് നോക്കാം. ഫോർജിൻ്റെ വെക്കാനായിട്ട്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഫോർജിൻ്റെ വെക്കാം. പിന്നെ ഡോർ കിറ്റ് നോക്കുന്നുണ്ട്. വീലിന് റിമ്മിനും നമുക്കൊരു സ്പോൺസർഷിപ്പ് വന്ന് കിടപ്പുണ്ട്. അത് ഞാൻ അവരുടെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. കാരണം അവർ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് മീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഈ വർഷം സീസൺ തീരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒക്കെ സെറ്റാക്കി ഇറക്കാം. പിന്നെ വീൽസിനുള്ള ആ ഒരു ഇതിൽ ഞാൻ നിൽക്കുകയാണ്, കൺഫ്യൂഷനിലാണ്. കാരണം അവർ പറയുന്ന ചില കോൺട്രാക്ട് കണ്ടീഷൻസിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചവിട്ടിക്കുക. വീൽസും റിമ്മും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ളി സ്ലാം ചെയ്യാനുള്ള ആ ഒരു മോഡിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനലിൽ വണ്ടി റിവ്യൂ എന്ന അഭിഷേകിന് താങ്ക്സ്. പുള്ളിയുടെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് വരും എപ്പിസോഡ്സ് എല്ലാം കാണിക്കുന്നതാണ്. അപ്പം നമ്മുടെ WRX നമ്മുടെ നേരത്തെ എപ്പിസോഡിൽ വന്ന വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടോ വണ്ടി കോയിൽ ഓവറിലാണ്, പക്ഷേ ഇത് ബാഗിലാണ്. അപ്പം രണ്ടിനും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതോ പുള്ളി ഭയങ്കര സൂക്ഷിച്ചാണ് ഓടിക്കണത്. അതുപോലെ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും ഗ്യാപ്പില്ല. ഫെൻഡർ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് അതിനനുസരിച്ച് റൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ ബാഗും കോയിൽ ഓവറും തമ്മിലുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഒരു ഡ്രൈവറെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൺവീനിയൻസ് വെച്ച് പറയുമ്പോൾ പറയാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വണ്ടി വിശേഷം. ഇതൊരു ചെറിയ എപ്പിസോഡായിരുന്നു. അപ്പം ഇനിയും പുതിയ വണ്ടികളും എപ്പിസോഡായിട്ട് വരും. ഫോളോ ചെയ്യുക. അപ്പം പീസ്.
ചെയ്യാം.